കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. പക്ഷേ നിങ്ങൾ ഈ കാര്യങ്ങൾ ഒരു 10 കാര്യങ്ങൾ അറിഞ്ഞുവെങ്കിൽ മാത്രമേ 2027 വരാനിരിക്കുന്ന റാങ്ക് ലിസ്റ്റിന്റെ ആദ്യം നിങ്ങളുടെ പേരുണ്ടാവും. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ആ 10 കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷനിൽ ക്രൂഷ്യൽ ആകാൻ പോകുന്ന, ഒരിക്കലും നിങ്ങൾ വിട്ടുകളയാൻ പാടില്ലാത്ത, മനഃപൂർവ്വം മനസ്സിലാക്കി വെക്കേണ്ടുന്ന 10 കാര്യങ്ങൾ. നമുക്ക് ആ 10 കാര്യങ്ങൾ ഓരോന്നായിട്ട് നോക്കാം. അതിലൂടെ നിങ്ങളുടെ പ്രിപ്പറേഷനെ ബെറ്റർ ആക്കി മുന്നോട്ട് കൊണ്ടുവരാം. അങ്ങനെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ലൊരു റിസൾട്ട് 2027 റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാകും. യാതൊരു സംശയവും വേണ്ട, നമ്മൾ ആ ഒരു കാര്യം നേടിയെടുക്കുക തന്നെ ചെയ്യും. അതിലെ ആദ്യത്തെ ടിപ്പ് ഇതാണ് മക്കളെ, ഐഡന്റിഫൈ യുവർ പെർഫെക്റ്റ് ടൈം ഫോർ പ്രിപ്പറേഷൻ. പലപ്പോഴും സംഭവിക്കുന്നത്, എനിക്ക് നാളെ ഇത്ര സമയത്ത് ഗ്യാപ്പ് ഉണ്ട്, ആ ഒരു സമയത്ത് അങ്ങ് പഠിക്കാം. രാവിലെ എഴുന്നേറ്റിട്ടാണ് തീരുമാനിക്കുക, ഇന്ന് രാവിലെ 8 മുതൽ 10 വരെ കുഴപ്പമില്ല പഠിക്കാം, എന്നിട്ട് അടുത്ത ദിവസം വരുമ്പോഴത്തേക്കും ആ 8 മുതൽ 10 വരെ പഠിക്കത്തില്ല, വേറെ ഏതെങ്കിലും ഒരു സമയമായിരിക്കും പഠിക്കാം. ഒരു പെർഫെക്റ്റ് ടൈം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരുപാട് സമയം പഠനത്തിൽ നിന്നും മാറ്റി അനാവശ്യമായിട്ട് പോകുന്നതിന് കാരണമാകും. അതുകൊണ്ട് നിങ്ങളുടെ ഒരു ദിവസത്തിലെ ഏറ്റവും മികച്ച സമയം, കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള ഏറ്റവും മികച്ച സമയം ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. ആ സമയത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം അതാണ്. അപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് ജോലിക്ക് പോകുന്ന ആളുകളായിരിക്കും, അപ്പൊ അവർക്ക് രാവിലെ എഴുന്നേറ്റ് കുറെ സമയം പഠിക്കാൻ പറ്റും, വൈകുന്നേരം കുറെ സമയം പഠിക്കാൻ പറ്റുമായിരിക്കാം. ആ സമയം ഫിക്സ് ചെയ്യാം. ജോലിയോ മറ്റു കാര്യങ്ങളോ ഇല്ലാതെ പ്രിപ്പറേഷൻ വേണ്ടി മാത്രം ഇരിക്കുന്നവരാണെങ്കിൽ ആ രീതിയിൽ സെറ്റ് ചെയ്യാം. എങ്ങനെയാണെങ്കിലും ഒരു പെർഫെക്റ്റ് സ്റ്റഡി ടൈം ആദ്യം തന്നെ ഐഡന്റിഫൈ ചെയ്യാം. ആ സ്റ്റഡി ടൈമിൽ മാക്സിമം 95% സ്റ്റിക്ക് ഓൺ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഒരു 5% മറ്റെന്തെങ്കിലും കാര്യം കൊണ്ട് മാറിയാലും ബാക്കി മുഴുവൻ സമയവും അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാനായിട്ട് ശ്രമിക്കാം. അതാണ് നിങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ, നിങ്ങളുടെ പ്രിപ്പറേഷന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഒരു പെർഫെക്റ്റ് സ്റ്റഡി പ്ലാൻ ആണ്. പലരും കണ്ടിട്ടുണ്ട്, രാവിലെ എഴുന്നേറ്റിട്ട് ഏത് പഠിക്കണമെന്ന് ആലോചിച്ച് നിങ്ങളുടെ കുറേ സമയം നഷ്ടപ്പെടുത്തും. നിങ്ങൾ വിചാരിക്കാം, ഇന്ന് ഞാൻ ഏത് ടോപ്പിക്കാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, ഏത് ടോപ്പിക്കിനാണ് ഞാൻ കൂടുതൽ പ്രിപ്പറേഷൻ സമയം കൊടുക്കേണ്ടതെന്ന് മുന്നമേ തീരുമാനിക്കാം. അതിന് 2 രീതിയിലുള്ള സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. ഒന്ന് ലോങ് ടേം സ്റ്റഡി പ്ലാനും രണ്ടാമത്തത് ഷോർട്ട് ടേം സ്റ്റഡി പ്ലാനും. ലോങ് ടേം എന്ന് പറഞ്ഞാൽ മുന്നോട്ടുള്ള കുറേ നാളുകൾ, ഇന്ന സമയങ്ങളിൽ എനിക്ക് ഇന്ന ഭാഗങ്ങൾ തീർക്കണം, ഇന്ന കാര്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അങ്ങനെ നിങ്ങൾക്ക് ഒരു ലോങ് ടേം സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യാം. അതേപോലെ ഷോർട്ട് ടൈം, ഓരോ ദിവസത്തെയും ഇന്ന് രാത്രിയിൽ നിങ്ങൾ ഫിക്സ് ചെയ്യണം, നാളെ ഞാൻ ഏതൊക്കെ സമയത്ത് ഏതൊക്കെ കാര്യങ്ങളാണ് പഠിക്കുന്നതെന്ന്. അങ്ങനെ ഫിക്സ് ചെയ്യുമ്പോൾ രാവിലെ എഴുന്നേറ്റ് അനാവശ്യമായിട്ട് ഏത് പഠിക്കണമെന്ന് തപ്പി നടക്കുന്നതിൽ നിന്നും മാറ്റി ഏറ്റവും മികച്ച കണ്ടന്റുകൾ നിങ്ങൾക്ക് പഠിച്ചു പോകാനായിട്ട് പറ്റും. അപ്പം ഷോർട്ട് ടൈമിലേക്കും ലോങ് ടൈമിലേക്കുമുള്ള ഒരു സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഏറ്റവും പ്രധാന കാര്യം. മൂന്നാമത്തെ, നിങ്ങൾക്ക് ഈ ഒരു റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിക്കാൻ പോകുന്ന മൂന്നാമത്തെ കാര്യം, ലിമിറ്റ് യുവർ റിസോഴ്സസ് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഒരുപാട് റിസോഴ്സുകൾ നിങ്ങളുടെ ചുറ്റും കാണും. ഒരുപാട് ടെലഗ്രാം ചാനലുകളിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ കാണും. ഒരുപാട് ഫ്രീ ക്ലാസ്സുകൾ കാണും. യൂട്യൂബിൽ ഒരുപാട് കണ്ടന്റുകൾ കാണും. ഒരുപാട് കോഴ്സുകൾ നിങ്ങൾക്ക് എടുക്കാനായിട്ട് കാണും. ഒരുപാട് പുസ്തകങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ കാണും. 1000, 2000, 3000 പേജുകൾ അടങ്ങുന്ന റാങ്ക് ഫയലുകൾ നിങ്ങൾക്ക് പഠിക്കാൻ കാണും. പക്ഷെ മക്കളെ, നിങ്ങൾ ഒരുപാട് റിസോഴ്സുകളെ ഫോളോ ചെയ്യുമ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് നല്ലൊരു സിസ്റ്റമാറ്റിക് സ്റ്റഡി നടത്താൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങളുടെ റിസോഴ്സുകളെ നിങ്ങൾ ലിമിറ്റ് ചെയ്യാം. ഏറ്റവും മിനിമൽ ആയിട്ടുള്ള റിസോഴ്സുകൾ മാത്രം ഉപയോഗിക്കാം. നിങ്ങൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രസ്റ്റ് അർപ്പിക്കുക, ആ ഇൻസ്റ്റിറ്റ്യൂഷനെ ഫോളോ ചെയ്യുക. ആ ഇൻസ്റ്റിറ്റ്യൂഷനെ നോട്ട് ഫോളോ ചെയ്യുക. ഇപ്പൊ സൂപ്പർ നോട്ട്സിനെയാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ സൂപ്പർ നോട്ട്സിന്റെ നോട്ട്സ് നോക്കുക, ഏറ്റവും പെർഫെക്റ്റ് നോട്ട്സ് ആണ്, അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. അവിടെ തന്നെ ടെലഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഇവിടെയും വേറൊരിടത്തും കൂടെ നിങ്ങൾ പോയി പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരുപാട് സമയവും നഷ്ടമാകും. ഒരിക്കലും നിങ്ങൾക്ക് പെർഫെക്റ്റ്ലി മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയില്ല. ഇനി മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ അവിടെ ഫോളോ ചെയ്യുക. എവിടെയാണോ പഠിക്കുന്നത്, ഏത് മെറ്റീരിയലാണോ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക, ആ മെറ്റീരിയലിനെ കൂടുതലായിട്ട് ശ്രമിക്കാം. അല്ലെങ്കിൽ കൂടിപ്പോയാൽ 1 or 2 മെറ്റീരിയലുകൾ, അതിൽ കൂടുതലേക്ക് എന്ത് ചെയ്യരുത്, നിങ്ങളുടെ പ്രിപ്പറേഷനെ കൊണ്ടുപോകരുത്. സമയനഷ്ടമാണ്, ഒരിക്കലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡി നടത്താൻ കഴിയില്ല. പലരും വിചാരിക്കും ഒരുപാട് റിസോഴ്സസ് പോയി കഴിഞ്ഞാൽ ഒരുപാട് മാർക്ക് കിട്ടും, കുറേ പോയിന്റുകൾ കിട്ടും. വെറുതെയാണ്. ഒരിക്കലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല. നാലാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്, ലിമിറ്റ് യുവർ സോഷ്യൽ മീഡിയ ഡിസ്ട്രാക്ഷൻസ്. ഒരുപാട് സോഷ്യൽ മീഡിയ ഡിസ്ട്രാക്ഷൻസ് ഇനി മുതൽ നിങ്ങളെ പുൽകാനായിട്ട് തുടങ്ങും. ഇതുവരെ ഇല്ലാത്ത കുറെ അധികം ഡിസ്ട്രാക്ഷൻസ് നിങ്ങളെ നേരിടേണ്ടി വരും. വാട്സപ്പ് ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ, ചില റിലേഷൻഷിപ്സ് ആയിക്കോട്ടെ, ഇൻസ്റ്റഗ്രാം ആയിക്കോട്ടെ, യൂട്യൂബ് ആയിക്കോട്ടെ, ടെലഗ്രാം ആയിക്കോട്ടെ, ഒരുപാട് റിസോഴ്സസ്. ആ റിസോഴ്സസിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഏതെന്ന് കണ്ടെത്തുക. പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യാൻ പറയുന്നില്ല, കാരണം പലരും പഠിക്കുന്നത് ചിലപ്പോൾ ടെലഗ്രാം യൂസ് ചെയ്തിട്ടായിരിക്കാം, ചിലർ യൂട്യൂബ് ഫോളോ ചെയ്തിട്ടായിരിക്കാം. അപ്പൊ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും.
ലിമിറ്റ് ചെയ്യുക. ഒരു ദിവസത്തിൽ ഇത്ര സമയം ഞാൻ സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി മാറ്റിവെക്കും, ഇത്ര സമയം ഞാൻ പഠനത്തിന് വേണ്ടിയിട്ടാണ് മാറ്റിവെക്കുക, ആ സമയത്ത് ഞാൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കത്തില്ല. ക്ലാസ് കാണാൻ പോകുന്ന സമയത്ത് ഒരിക്കലും ഞാൻ മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകത്തില്ല. അതിനുവേണ്ടി പറ്റുമെങ്കിൽ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ബട്ടൺ ക്ലോസ് ചെയ്ത് വെക്കുക. നോട്ടിഫിക്കേഷൻ ബട്ടൺ ക്ലോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് മെസ്സേജുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും വരില്ല. അപ്പോൾ അവിടെ നിന്ന് ഡിസ്ട്രാക്ഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവില്ല. ക്ലാസ്സുകൾ കാണുന്നതൊക്കെ നിങ്ങൾ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുമെങ്കിൽ പറ്റുമെങ്കിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഓഫ്ലൈനിൽ ഇട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലാസ്സുകൾ കാണാൻ ശ്രമിക്കുക. അപ്പൊ നെറ്റ് ഓൺ ആക്കി കഴിയുമ്പോഴാണ് കൂടുതൽ പ്രശ്നങ്ങൾ, അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനിയും നിങ്ങൾക്ക് സോഷ്യൽ മീഡിയാസിനെ പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കാം. നിങ്ങളുടെ യൂട്യൂബ് ചാനലുകൾ, നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടംപോലെ യൂട്യൂബ് ചാനൽ വരുന്നുണ്ട്, ടെലഗ്രാം സപ്പോർട്ട്, അവിടെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, യൂസ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ലിമിറ്റ് ചെയ്ത് മാത്രം എന്ത് ചെയ്യുക, സോഷ്യൽ മീഡിയാസിനെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. അഞ്ചാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ് ഡിഫീറ്റ് പ്രൊക്രാസ്റ്റിനേഷൻ. പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നാളെ ചെയ്യാമെന്നുള്ള മടിയാണ്. മക്കളെ, ഇന്ന് ചെയ്യേണ്ട കാര്യം നാളെ ചെയ്യാനിരുന്നാൽ നാളെ ചെയ്യാനുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യും? ഇത് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഇന്ന് ഞാൻ വിചാരിക്കുകയാണ്, ഇന്ന് ചെയ്യാനുള്ള കാര്യം ഞാൻ നാളെ ചെയ്യാം, ഓക്കെ പെർഫെക്റ്റ്. പക്ഷെ നാളെ ചെയ്യാനുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യും? അപ്പൊ വീണ്ടും ലാഗാവും, അടുത്ത ദിവസത്തേക്ക് മാറും. അങ്ങനെ അവസാനം കുമിഞ്ഞുകൂടി പരീക്ഷയുടെ തലേന്ന് എന്തൊക്കെയോ തലയിൽ കൂടെ പുകയിളകി നിങ്ങൾ പോകേണ്ടി വരും. നിങ്ങൾ പെർഫെക്റ്റ് ആയ അടുക്കും ചിട്ടയോടും കൂടി ഓരോ ദിവസവും പഠിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി പഠിക്കാനിരുന്നാൽ ഒരു കാരണവശാലും നിങ്ങളുടെ കയ്യിൽ നിന്ന് ആ എക്സാമിനേഷൻ പോവില്ല. അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കേണ്ടത് പ്രൊക്രാസ്റ്റിനേഷൻ നിങ്ങളെ കൊല്ലാനുള്ളതാണ്, നിങ്ങളുടെ ആഗ്രഹങ്ങളെ തീയിട്ട് നശിപ്പിക്കാനുള്ളതാണ്. പകരം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുക. ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, പ്രൊക്രാസ്റ്റിനേഷനിലേക്ക് പോകരുത്. മാറ്റിവെക്കുന്ന ശീലം മാറ്റിവെച്ച് നിങ്ങൾ ഇപ്പൊ പഠിക്കാൻ തീരുമാനിച്ചാൽ ഇപ്പൊ തന്നെ അത് പഠിച്ചു തീർക്കാനായിട്ട് ശ്രമിക്കുക. ഇന്ന് പഠിച്ചു തീർത്തിട്ടേ ഉറങ്ങൂ എന്ന് പൂർണ്ണ നിശ്ചയം എടുക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മുന്നോട്ട് പോകാനായിട്ട് പറ്റും. ആറാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സ്റ്റേ മോട്ടിവേറ്റഡ്. നിങ്ങൾ വീണു പോകാനുള്ള കുറെ കാരണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഉണ്ടാവും. അസുഖമായിക്കോട്ടെ, വീട്ടിലെ പ്രശ്നങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ കയറി വരും. നിങ്ങൾ മോട്ടിവേഷനിൽ നിന്ന് മാറും. 10 ദിവസം പഠിക്കും, 11ാം 12ാമത്തെ ദിവസം പഠിക്കത്തില്ല. 13 തൊട്ട് വീണ്ടും ഒരു 5 ദിവസം പഠിക്കും, വീണ്ടും പഠിക്കത്തില്ല. അങ്ങനെ നിങ്ങൾ വീണ്ടും ഒരേ കാര്യം തന്നെ പഠിച്ച സമയം കളയും. പകരം നിങ്ങൾ മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുക. അതുകൊണ്ടാണ് സൂപ്പർ നോട്ട്സിൽ മെന്റർഷിപ്പ് സപ്പോർട്ട് തരുന്നത്. ഗൂഗിൾ മീറ്റിലൂടെ മെന്റർഷിപ്പ് സപ്പോർട്ട് തരുന്നുണ്ട്. അതേപോലെ തന്നെ എല്ലാ ദിവസവും എല്ലാ മൺഡേസിലും വൈകുന്നേരം 6 മണിക്ക് അമൽ സാറോ ഞാനോ വരുന്ന മോട്ടിവേഷൻ സെഷൻസ് തരാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങളെ മോട്ടിവേറ്റഡ് ആയി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടാണ്. ആ ഉദ്യമം മനസ്സിൽ വെച്ചുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾ വീണു പോകാതിരിക്കാൻ തീർച്ചയായിട്ടും ഒരു കരം പിടിച്ചോ. സൂപ്പർ നോട്ട്സ് നിങ്ങൾക്ക് അതിന് പൂർണ്ണമായ പിന്തുണ തരും. അപ്പൊ മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. പല പ്രശ്നങ്ങളും വരും, ആ പ്രശ്നങ്ങളൊക്കെ അതിജീവിച്ച് ഞാൻ മുന്നോട്ട് പോകേണ്ടതാണ് എന്നുള്ള ധാരണ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെയാണെങ്കിൽ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എക്സാമിനേഷൻ നിങ്ങൾക്കുള്ളതായിരിക്കും. ഏഴാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മക്കളെ, ഡെയിലി റിവിഷൻ ആൻഡ് മോക്ക് ടെസ്റ്റ് പ്ലാൻ കൊണ്ടുവരിക. നിങ്ങൾ വിചാരിക്കും ശനി ഞായർ ദിവസങ്ങൾ റിവിഷന് വേണ്ടിയിട്ട് മോക്ക് ടെസ്റ്റിന് വേണ്ടി മാറ്റിവെക്കാം, ഓക്കെ. പക്ഷെ പലപ്പോഴും നിങ്ങൾ ചെയ്യാറുണ്ടോ? നിങ്ങൾ ശനി ഞായർ ദിവസങ്ങളിൽ ഈ പറയുന്ന ഒരു റിവിഷൻ അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റ് ചെയ്യാറുണ്ടോ? ഒരിക്കലും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ അതിൽ നിന്ന് ഉറപ്പായിട്ടും മാറിപ്പോയിരിക്കും. അതുകൊണ്ട് ഡെയിലി റിവിഷൻ പ്ലാൻ കൊണ്ടുവരിക. ഒരു ദിവസത്തിൽ നിങ്ങൾ 10 മണിക്കൂർ പഠിക്കുമെങ്കിൽ 2 മണിക്കൂർ റിവിഷന് വേണ്ടി മാറ്റിവെക്കും. കഴിഞ്ഞ ദിവസങ്ങൾ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം പോലും നിങ്ങൾ റിവിഷനിൽ നിന്ന് വിട്ടുപോവില്ല. എല്ലാ ദിവസവും നിങ്ങൾ റിവൈസ് ചെയ്യും. റിവിഷൻ എന്ന് പറയുന്ന കാര്യം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാനും കഴിയില്ല. അതുകൊണ്ട് ഡെയിലി റിവിഷൻ നിങ്ങളുടെ ശീലമാക്കുക. ഒരു 10 ചോദ്യങ്ങളെങ്കിലും ഒരു ദിവസം നിങ്ങൾ മോക്ക് ടെസ്റ്റ് ആയിട്ട് ചെയ്യുക. അതുകൊണ്ടാണ് ഓരോ ടോപ്പിക് കഴിയുന്തോറും നമ്മൾ എല്ലാ ദിവസവും എക്സാമുകൾ തരുന്നത്. അതിലൂടെ നിങ്ങൾക്ക് എക്സാംസ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. ഇത് കൂടാതെ ആഴ്ചയിൽ ഒരു 100 മാർക്കിന്റെ ഫുൾ ലെങ്ത് കൂടെ ചെയ്തോ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിച്ചു പോകാൻ പറ്റും. ഇതൊരു പെർഫെക്റ്റ് സ്ട്രാറ്റജിയാണ്. ഈ സ്ട്രാറ്റജി തെളിയിച്ചിട്ടുള്ള സ്ട്രാറ്റജിയാണ്. അതുകൊണ്ട് ഡെയിലി റിവിഷൻ ആൻഡ് മോക്ക് ടെസ്റ്റ് നിങ്ങൾ ഫോളോ ചെയ്ത് ഒരിക്കലും നിങ്ങൾ എല്ലാ ദിവസവും 100 മാർക്കിന്റെ മോക്ക് ടെസ്റ്റ് ചെയ്യരുത്. പകരം എന്താ 10 മാർക്കിന്റെയോ മറ്റോ മോക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അതാണ് സൂപ്പർ നോട്ട്സ് നിങ്ങൾക്ക് ചെയ്തു തരുന്നത്. അതേപോലെയുള്ള സ്ട്രാറ്റജീസ് നിങ്ങൾ ഫോളോ ചെയ്യുക. എട്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? PYQs നിന്ന് പഠിക്കുക. നിങ്ങൾക്ക് ഒരു എക്സാം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സ് ഏതാണെന്ന് അറിയാമോ? അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൂടെ കടന്നു പോകുമ്പോഴാണ് നിങ്ങൾ ഏത് രീതിയിലാണ് പഠിച്ചു പോകുന്നത്, എന്താണ് പഠനത്തിലെ പ്രശ്നങ്ങൾ എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് കഴിയുക. അതുകൊണ്ട് PYQs ഫോളോ ചെയ്യുക. ആ PYQs നിന്ന് പഠിക്കുക. PYQs എക്സ്പ്ലനേഷൻ പഠിക്കുക. അതിലൂടെ നിങ്ങൾ കുറേ ടോപ്പിക്കുകൾ പഠിക്കാനായിട്ട് പറ്റും. ഇപ്പൊ നമ്മൾ ടെലഗ്രാം ചാനലിലൂടെ 50 ടോപ്പിക്കുകളുടെ നോട്ട്സ് തരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ 50 ടോപ്പിക്കുകളുടെ നോട്ട്സ് തരുന്നത്? ആ 50 ടോപ്പിക്കുകളുടെ നോട്ട്സിലൂടെ PYQs കടന്നു പോയിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്.
അപ്പൊ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പഠിച്ചു പോകാനായിട്ട് പറ്റും. അത് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ടെലഗ്രാം ചാനൽ സൂപ്പർ നോട്ട്സ് എന്ന് പറയുന്ന ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്താൽ മതി. നിങ്ങൾക്ക് അവിടെ ആ നോട്ട്സ് എല്ലാം കാണാൻ പറ്റും. അപ്പോൾ PYQs പഠിക്കുന്ന ഒരു ശീലമാക്കിയാൽ നിങ്ങൾക്ക് കുറേ പോയിന്റുകൾ പഠിക്കാൻ പറ്റും, ഒരു പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും. 9ാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സ്റ്റേ ഹെൽത്തി ആൻഡ് ഹാപ്പി. നിങ്ങളുടെ ശരീരം ആരോഗ്യമുള്ളതാക്കി മാറ്റുക. പറ്റുമെങ്കിൽ എക്സസൈസ് ചെയ്യുക, നല്ല ഭക്ഷണം കഴിക്കുക, അസുഖങ്ങൾ വരാതെ സൂക്ഷിക്കുക. കാരണം നമ്മൾ എത്ര പഠിച്ചിട്ടും പരീക്ഷ എഴുതാൻ പറ്റിയില്ലെങ്കിൽ ഒരു പ്രയോജനമില്ല. പരീക്ഷ സമയമാകുമ്പോഴത്തേക്ക് വീണു പോയാൽ ഒരു കാര്യവുമില്ല. നന്നായി ഉറങ്ങാൻ കഴിയണം, നന്നായി ആഹാരം കഴിക്കാൻ കഴിയണം, നന്നായി ശരീരം നോക്കണം, അസുഖങ്ങളിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് ശ്രമിക്കണം. അങ്ങനെയാണെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, ഈ എക്സാമിനേഷൻ പ്രോപ്പറായിട്ട് എഴുതാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം ശരീരം കൂടി നോക്കാനായിട്ട്, ആരോഗ്യം കൂടി നോക്കാനായിട്ട് ശ്രമിക്കുക. 9ാമത്തെ ടിപ്പ്, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടിപ്പ്. ഇതിന്റെ എല്ലാം കൺക്ലൂഷൻ, ഈ 9 കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഒരു കാര്യം കൂടെ നിങ്ങളുടെ കൂടെ വേണം. മേക്ക് ഷുവർ യു ആർ കൺസിസ്റ്റന്റ്. ഈ പറഞ്ഞ 9 കാര്യങ്ങളും നടക്കണമെങ്കിൽ, അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സിൽ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ളത് 32ാമത്തെ ആർട്ടിക്കിളാണ് എന്ന് പറയുമ്പോൾ, ഈ 9 കാര്യങ്ങളും നടക്കണമെങ്കിൽ ഈ 10ാമത്തെ കാര്യം ഉണ്ടാവണം. അതാണ് നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിരിക്കുക എന്നുള്ളത്. കൺസിസ്റ്റൻസി ഇല്ലാത്ത ഒരാൾക്ക് ഒരിക്കലും ഒരു എക്സാമും കാക്കാൻ കഴിയില്ല. എക്സാം എന്നല്ല, ജീവിതത്തിൽ രക്ഷപ്പെടാനേ കഴിയില്ല. കൺസിസ്റ്റന്റ് ആയിട്ടിരിക്കുക. നിങ്ങൾ എടുക്കുന്ന തീരുമാനം, ആ തീരുമാനം നടപ്പാക്കുക. നാളെ പഠിക്കാനുള്ളത് നാളെ തന്നെ പഠിക്കുക, ഇന്ന് പഠിക്കാനുള്ളത് ഇന്ന് തന്നെ പഠിക്കുക, ഇന്നലെ പഠിക്കാനുള്ളത് പഠിച്ചു തീർന്നു എന്ന് ഉറപ്പുവരുത്തുക. കൺസിസ്റ്റന്റ് ആയി പഠിച്ചു പോയാൽ നിങ്ങൾ ഉറപ്പായിട്ടും 2027 റാങ്ക് ലിസ്റ്റിൽ ആദ്യമുണ്ടാകും. അതിന് സംശയമില്ല. ഈ 10 ടിപ്പുകളും കോർത്തിണക്കിക്കൊണ്ട് പഠിച്ചു പോകാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ മകളെ, സൂപ്പർ നോട്ട്സിന്റെ സൂപ്പർ സക്സസ് ബാച്ച് ഇപ്പോൾ അവൈലബിൾ ആണ്. 15ാം തീയതിയാണ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തത്. ക്ലാസ്സുകൾ തുടങ്ങിയിട്ട് 2 ദിവസമേ ആയിട്ടുള്ളൂ. കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, സബ് ഇൻസ്പെക്ടർ, എക്സൈസ് ഇൻസ്പെക്ടർ, SPCID തുടങ്ങിയ പോസ്റ്റുകളിലേക്കുള്ള ക്ലാസ്സുകൾ നമ്മൾ ഈ ഒരു ബാച്ചിൽ കോമൺ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കും. ഇതിന്റെ എല്ലാ മെയിൻസ് നിങ്ങൾക്ക് ലഭിക്കും. ഇന്റർവ്യൂ വരെയുള്ള സപ്പോർട്ട് ലഭിക്കും. സ്പെഷ്യൽ ടോപ്പിക് എല്ലാം ലഭിക്കും. അപ്പോൾ പഠിക്കാനായിട്ട് നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ 8281223366 എന്ന് പറയുന്ന നമ്പറിലേക്ക് വിളിക്കുക. അല്ലെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ടായിരിക്കും. ആ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്യാം. ഡെമോ ക്ലാസ്സുകൾ കണ്ട്, നോട്ടുകൾ കണ്ട് മാത്രം എന്ത് ചെയ്താൽ മതി, ബാച്ചിലേക്ക് ജോയിൻ ചെയ്താൽ മതി. ഇത് സൂപ്പർ നോട്ട്സ് നിങ്ങൾക്ക് തരുന്ന വാഗ്ദാനമാണ്. അടിപൊളിയായിട്ട് പഠിച്ചോ. സൂപ്പർ നോട്ട്സ് നിങ്ങളുടെ കൂടെയുണ്ട്. എല്ലാ സപ്പോർട്ടിനും ഞങ്ങൾ നിങ്ങളുടെ കൂടെ കാണും. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോടാം. എത്രയും വേഗം ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട്. ഒരുപാട് സമയം നിങ്ങൾ വെയിറ്റ് ചെയ്താൽ ഒരുപാട് കണ്ടന്റുകളാവും, പിന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഏറ്റവും മികച്ച സമയം ഇതാണ്. 8281223366 നമ്പറിലേക്ക് വിളിക്കാം, അഡ്മിഷൻ എടുക്കാം, അടിപൊളിയായിട്ട് പഠിക്കാം. താങ്ക് യു സോ മച്ച്.